ഹേ ഗൈസ്, സിമ്പിൾ മണി ഏണിംഗ് ആപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഏണിംഗ് ആപ്ലിക്കേഷനെ പറ്റിയാണ്. അപ്പം നമ്മുടെ കുറേ ടൈം നമ്മൾ വെറുതെ അല്ല റീൽസ് കണ്ടും അതേപോലെ യൂട്യൂബ് കൊണ്ടൊക്കെ നമ്മൾ വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ടൈമിലാണെന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി നമുക്ക് അല്ല ഏണിങ്സ് എങ്ങനെ ഏൺ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ ഒരു മണി മേക്കിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഡെയിലി അതിന്റെ മിനിമം ഒരു 1000 രൂപയിലും ഏൺ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഇതിൽ ക്യാഷ് ഏൺ ചെയ്യാം, എങ്ങനെ അത് വിഡ്രോ ചെയ്തെടുക്കാം എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും കണ്ടു നോക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടാന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ തൊട്ടിരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡിലെ ലിങ്ക് ആണെന്നുണ്ടെങ്കിൽ പിന്നീട് കമന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ വീഡിയോ മുഴുവനും കണ്ടില്ല എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കാനോ ഈ വീഡിയോ മുഴുവനും കണ്ടു നോക്കിയിട്ട് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ അത് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗിൻ ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് എക്സ്ട്രാ ഏകദേശം 300 രൂപ ഫ്രീ ആയിട്ട് കിട്ടാനുള്ള വഴിയോടെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മളിവിടെ ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ മുകളിലായിട്ട് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം 200 രൂപ നിങ്ങൾക്ക് 3 ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഇവിടെ സൈഡിലായിട്ടുള്ള ഫ്രീ ബോണസ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വന്നിട്ടുണ്ടെങ്കിൽ 100 രൂപ ഫ്രീ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ 300 രൂപ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. റെഫറൻഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളെ റെഫർ ചെയ്ത് ഏകദേശം 20 നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾ ഒരു 10 പേര് റെഫർ ചെയ്ത് ഏകദേശം 200 രൂപ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, വേറെ ഒന്നും ചെയ്യാതെ തന്നെ ആണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ഇതിനുള്ള ഗെയിംസ് കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി. ഇവിടെ ടീം പതി, എക്സ്പ്ലോർ സ്ലോട്ട്, ഗണേഷ്, ഹാലോയിൻ സ്ലോട്ട്, അങ്ങനെ പല പല ഗെയിംസ് വരുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കുറെ ഗെയിംസ് വരുന്നുണ്ട്. അപ്പം ഈ ഗെയിംസ് കളിച്ചിട്ടാണ് നമ്മൾ ഡെയിലി നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മളാണെന്നുണ്ടെങ്കിൽ 7 up 7 down എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ഒരു ഗെയിം ജസ്റ്റ് കാണിച്ചത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ നമുക്ക് 3 ബോക്സ് ഉണ്ട്. 2 തൊട്ട് 6 വരെയുള്ള റെഡ് എന്ന് പറയുന്ന ഒരു ബോക്സ്, 7 എന്ന് പറയുന്ന ബ്ലൂ എന്ന് പറയുന്ന ഒരു ബോക്സ്, 8 തൊട്ട് 12 വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറയുന്ന ബോക്സ്, 3 ബോക്സ് ഉണ്ട്. എമൗണ്ട് ഇവിടെ 10, 50, 200, 1000 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ ഇപ്പൊ മുകളിലായിട്ട് നമുക്ക് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അവസാനം 11 ഗ്രീൻ ആണ് വന്നത്. അതിന്റെ മുന്നേ 7 ബ്ലൂ, അതിന്റെ മുന്നത്തെ 2 വട്ടം അതിന്റെ ഗ്രീൻ ആണ് വന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ആണെന്നുണ്ടെങ്കിൽ 50 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിൽ വെക്കാന്നാണ് പ്ലാൻ വെച്ചത്. പക്ഷെ അതിന് ഇവിടെ ആയിട്ട് ഇപ്പോൾ ഓൾറെഡി ആ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വിൻ ആയിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഗ്രീൻ ആണ് വിൻ ആയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ആ 2 ഡയസ് വരുമ്പോൾ ആ 2 ഡയസിന്റെ സമ്മ ആണെന്നുണ്ടെങ്കിൽ 7 താഴെയാണോ 7 മുകളിലാണോ അങ്ങനെ നോക്കിയിട്ടാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് ഏത് സൈഡാണ് വിൻ ആവുന്നതെന്ന് കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഗ്രീനിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗ്രീനിൽ ഇപ്പൊ നമ്മളാണെന്നുണ്ടെങ്കിൽ 50 വെച്ചിട്ടുണ്ട്. 8 തൊട്ട് 12 വരെ ഉള്ളത് 50 നമ്മൾ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇത് എന്താ ഇതിന്റെ റിസൾട്ട് എന്നുള്ളത്. ഇപ്പൊ 2 കാർഡ് ഡയസും വന്നു. അവിടെ ആയിട്ട് ഇപ്പൊ വിൻ ആയിരിക്കുന്നത് റെഡ് ആണ് വിൻ ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിൽ തന്നെ വെക്കാം. നമ്മൾ അതിന് 150 ആണ് വെക്കാൻ പോകുന്നത്. നമ്മൾ 150 ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിൽ ഇപ്പം വെക്കാൻ പോകണം. നമ്മൾ ആ ഒരു എമൗണ്ട് സെലക്ട് ചെയ്തിട്ട് ആ ഒരു കോളത്തിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 വട്ടം ടാപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് 150 അവിടെ പ്രഡിക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നോക്കാം ഇതിനകത്തിലാണെന്നുണ്ടെങ്കിൽ ആര് വിൻ ആവുന്നുള്ളത്, ഏത് സൈഡ് വിൻ ആവുന്നുള്ളതാണെന്നുണ്ടെങ്കിൽ. അപ്പൊ 2 ഡയസിന് സമ്മ ആണെന്നുണ്ടെങ്കിൽ 7 കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രീനിലേക്ക് പോകും, 7 കുറവാണെന്നുണ്ടെങ്കിൽ മറ്റേ സൈഡിലേക്ക് പോകും. ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഡൈസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ആണെന്നുണ്ടെങ്കിൽ 3 വിൻ ആയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് അവിടെ ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ഡൈസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാ കോളവും വിൻ ആവുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനകത്തിൽ ക്യാഷ് ഏൺ ചെയ്യാൻ നമ്മൾ ജസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രെൻഡ് നോക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പ്രഡിക്ഷൻസ് പ്ലേസ് ചെയ്യാം. ഇവിടെ ഇപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ആയിട്ട് ഇപ്പൊ അടുത്തതാണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല, പക്ഷെ ഇതിനകത്ത് ഏത് വിൻ ആവും നോക്കാം. ഇവിടെ ഇപ്പൊ ആ ട്രെൻഡ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം സം വന്നിരിക്കുന്നത് 7 ആണ് വന്നിരിക്കുന്നത്. അപ്പം കറക്റ്റ് 7 നടുക്കത്തെ ഒരു ബോക്സ് ആണ് വിൻ ആയിരിക്കുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ഗോൾഡൻ ഡൈസ് എന്ന് പറഞ്ഞാൽ അത് വരും, ഇടയ്ക്കിടയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ മാറി മാറി ആയിരിക്കും വരും. പക്ഷെ നമ്മൾ ആ ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. പ്രഡിക്ഷൻ ചെയ്താൽ മതി. നമുക്ക് ഇനിയിപ്പം ബാക്കിലേക്ക് തന്നെ പോകാം. നമുക്ക് ബാക്കിലേക്ക് പോയിട്ടാണെങ്കിൽ ഇതിനകത്ത് ക്യാഷ് എങ്ങനെ ആഡ് ചെയ്യുന്നത് പറഞ്ഞു. നമുക്ക് ആദ്യമേ ലോഗിൻ ബോണസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ക്യാഷ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ക്യാഷ് എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ക്യാഷ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ 100, 300, 500 അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. 500 തൊട്ട് എമൗണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം എക്സ്ട്രാ ബോണസ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിൽ 500 ആഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം ആണെന്നുണ്ടെങ്കിൽ 525 രൂപയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ ബോണസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെ ക്യാഷ് വിഡ്രോ ചെയ്ത് പറഞ്ഞാൽ ഇവിടെ വിഡ്രോ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ബാങ്ക് കാർഡ് ആഡ് ചെയ്യാനുള്ളത് ബാങ്ക് കാർഡ് ആഡ് ചെയ്യണം. നമ്മുടെ IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, അതുപോലെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. ഇവിടെ ഇപ്പോൾ അതിന് നമ്മൾ 1000 രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 1000 നമ്മൾ വിഡ്രോ എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് 1030 വേണമെന്ന് പറഞ്ഞിരിക്കും. അവിടെ നമുക്ക് 3% ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 500 ആണ് വിഡ്രോ ചെയ്യുന്നത്. അപ്പോൾ 500 നമ്മൾ കൺഫേം ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ബാങ്ക് ഡീറ്റെയിൽസ് കൺഫർമേഷൻ ചോദിക്കും, അത് നമ്മൾ കൺഫേം ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് അതിന് 3% ജസ്റ്റ് ടാക്സും വരുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഇവിടെ ആയിട്ട് അതിന് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൽ ഏകദേശം ഒരു 10 തൊട്ട് 15 മിനിറ്റിനുള്ളിൽ തന്നെ ആ ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. ഇനിയിപ്പോൾ അതുണ്ടെങ്കിൽ ബാങ്കിൽ ഡിലേ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ എടുക്കുന്നതായിരിക്കും. ബട്ട് വിത്തിൻ ദ സെയിം ഡേ നമുക്ക് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നതായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ ടൈം ഫ്രീ ആയിട്ടുള്ള ടൈമിലൊക്കെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അതിന്റെ ക്യാഷ് ഏൺ ചെയ്യാൻ കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. ലിങ്ക് അതിന് പിൻ കമന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് സെക്ഷൻ വഴി നിങ്ങളൊന്ന് അറിയിക്കുക. പിന്നെ അതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതിന് മാക്സിമം കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യം കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.